താരാട്ടെന്ന് പറയുന്നത് വളരെ വാത്സല്യമുള്ള ഒരു ഒരു ഗാനവിഭാഗമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം കേട്ടിരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും ഇമ്പമുള്ള താരാട്ട് പാട്ട് പാടി ഉറക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പ് ജൽത്തെ ഹേ ജിസ്കെ ലിയൊക്കെ വളരെ കൊച്ചിലെ തന്നെ അമ്മ പാടി കേട്ടിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ ഒരു കാലത്തും മരിക്കാത്ത ഒരു ഗാനവിഭാഗമാണ് താരാട്ടെന്ന് പറയുന്നത്. അമ്മയുടെ ഒരു വാത്സല്യം കുട്ടിയിലേക്ക് സംഗീതത്തിൻ്റെ രൂപത്തിൽ വരുന്ന ഒരു രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കണ്ണടഞ്ഞു കഴിയുമ്പോൾ ഇരുട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആ ഒരു അരക്ഷിതാവസ്ഥയിൽ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് താരാട്ടെന്ന് പറയുന്നത്. സ്നേഹമായിട്ടും സംഗീതമായിട്ടും അത് എനിക്ക് തോന്നുന്നു വളരെയധികം സിനിമയിൽ വളരെയധികം ചൂഷണം ചെയ്തിട്ടുണ്ട്. ആ ഒരു വികാരം എന്ന് പറയുന്നത് അമ്മ കുട്ടിക്ക് പാടിക്കൊടുക്കുന്നതും കുട്ടി അത് കേട്ട് വളരുന്നതും അതിൻ്റെയൊക്കെ. അപ്പോൾ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എപ്പോഴും നമ്മൾ അമ്മയുടെ താരാട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അച്ഛൻ്റേതായിട്ടുള്ള താരാട്ടുകൾ വളരെ കുറവാണ് നമുക്ക്. വളരെ ഇപ്പോൾ ജൽത്തെ ഹേ ജിസ്കെ ലിയെ എന്ന് പറയുന്ന പാട്ട് ശരിക്കും ഒരു റൊമാൻറ്റിക് സോങ്ങാണ്. ഒരു താരാട്ടെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ പക്ഷേ നമുക്ക് നമ്മുടെ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലുമൊക്കെ നിരവധി താരാട്ടുകളുണ്ട് സിനിമാ സംഗീതത്തിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ മലയാളത്തിലുള്ളതിൽ കുറേയധികം താരാട്ടുകൾ പാടാൻ സാധിച്ചു എന്നുള്ളത് അച്ഛൻ്റെ താരാട്ട് ഗണത്തിൽ പെടുത്താവുന്ന പാട്ടിൽ എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. പൂമിഴികൾ പൂട്ടിമെല്ലെ നീയുറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ. മ്യൂസിക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിനിമ സംഗീതമാണ്, വിച്ച് അഗെയിൻ ഇസ് എ ഫ്യൂഷൻ സോർട്ട് ഓഫ് എ മ്യൂസിക്. അപ്പോൾ നമ്മുടെ ധാരണ എന്ന് പറയുന്നത് നമ്മളുടെ സംഗീതം എന്ന് പറയുന്ന എല്ലാം സിനിമ സംഗീതം എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. അങ്ങനെയല്ല. ഇപ്പം നമുക്ക് സിനിമയിലുള്ള ഒരു വലിയൊരു സ്ട്രെയിൻ ഓഫ് മ്യൂസിക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു മ്യൂസിക്. അപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സിനിമ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ആദ്യം. സിനിമ എന്ന് പറയുന്ന കാലാകാലങ്ങളിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മ്യൂസിക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് അതാത് കാലങ്ങളിലെ മാറ്റങ്ങളിലൂടെ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയും വേറൊരു സംഗീതം ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു സ്പേസിലുണ്ട്. അത് നമ്മളൊരു കാലത്ത് കേട്ടിരുന്ന ഒരു സംഗീതം, മെലിഫ്ലോസ് ആയിട്ടുള്ള മ്യൂസിക്, അതിനൊരു ഓഡിയൻസും ഉണ്ട്. അപ്പോൾ അതും ആൾക്കാർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, അതും പോപ്പുലർ ആവുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ കേൾക്കുന്നുണ്ട്. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ ദേ അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചസ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സേ. കാരണം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ടാണ് നമ്മൾ പലതും എൻജോയ് ചെയ്യുന്നത്. എന്താണ് വാട്ട് ഈസ് ഫിലിം മ്യൂസിക് എന്ന് അറിയാണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഫിലിം കാണുന്നതും കേൾക്കുന്നതും. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫിലിമിൻ്റെ മ്യൂസിക് എന്ന് പറയുന്ന പാട്ടല്ല. ഒരു ഫിലിമിൽ അതിൻ്റെ റീൽ ടു റീല് മനുഷ്യനെ എക്സൈറ്റ് ചെയ്യുന്ന, മനുഷ്യനെ ദുഃഖിപ്പിക്കുന്ന, മനുഷ്യനെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള അതിൻ്റെ സിനിമയുടെ ഒരു ഉദ്വേഗം നിലനിർത്തിക്കൊണ്ട് പോകുന്ന റീ റെക്കോർഡിംഗ് എന്ന് പറയുന്നതാണ് ശരിക്കും സിനിമയുടെ മ്യൂസിക്. അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ മാത്രമേ ഉള്ളൂ ഈ സോങ്സ് എന്ന് പറയുന്നൊരു കാര്യം. അത് നമ്മൾ പലപ്പോഴും സിനിമയുടെ മ്യൂസിക്കായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് പോകുന്നു എന്നുള്ളതാണ്. കഷ്ടപ്പാടൊരു ക്രൈറ്റീരിയൻ അല്ല. നമുക്കിപ്പോൾ ഈ പണ്ട് ആൻഡ് ഗ്രാസ് ഓപ്പറിൻ്റെ കഥ അതിൻ്റെ പല പല വേർഷൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മാർക്ക് ഓഫ് ഗ്രേറ്റ്നെസ്. കഷ്ടപ്പാട് ഇപ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് വന്ന് യേശുദാസും ജയചന്ദ്രനും അല്ലെങ്കിൽ അതിനു മുമ്പ് പാടിയിരുന്ന മൈക്കില്ലാണ്ട് പാടിയിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും KS ജോർജും അവരൊക്കെ അതിൽ നിന്നും കൂടുതൽ കഷ്ടപ്പെട്ട് കാണും. സോ വി ആർ ഹിയർ, ഐ എം ഹിയർ ബിക്കോസ് ഓഫ് ദം. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്ലേ ബാക്ക് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു കൂട്ടം തന്നെ ഉണ്ടാകുന്നത്. പിന്നണി ഗാനരംഗത്ത് അന്ന് പണ്ട് മുന്നണിയാണ്, എല്ലാ മുന്നണിയിൽ വന്ന് പാടുന്നവരും അഭിനയിക്കുന്നവരുമായിരുന്നു. പിന്നീടാണ് നടന്മാരെ സംസാരിക്കുക, അത് കഴിഞ്ഞ് പാട്ടുകാർ ഒരു സൈഡിൽ നിന്ന് പാടുക, അങ്ങനത്തെ ഒരു ടെക്നോളജി വരുന്നത് പിന്നീടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവരിൽ നിന്നും മോശമായി എന്ന് എനിക്കിപ്പോഴും ഒരിക്കലും തോന്നുന്നില്ല. അല്ലെങ്കിൽ അവർ ഞങ്ങളെക്കാട്ടിലും പ്രൊഫിഷ്യൻസി വൈസ് ഞങ്ങളെക്കാട്ടിലും മെച്ചപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് മാത്രം നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓഫ് കോഴ്സ് വളരെ വലിയ ആൾക്കാരാണ് അവർ, അനന്തര സാധാരണമായ പ്രതിഭകളാണ് അവർ, അതൊക്കെ അറിയാം. അപ്പോൾ കഷ്ടപ്പാട് ഒരു ക്രൈറ്റീരിയൻ ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഈ റിയാലിറ്റി ഷോ എന്ന് പറയുന്ന ഒരു കാലത്തും ഒരു റെക്കോർഡിംഗ് ആർട്ടിസ്റ്റിനെ ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു സ്റ്റേജിൽ കോടികൾ വരുന്ന, കോടാനുകൂടിയ ലക്ഷക്കണക്കിന് ഓഡിയൻസ് വാച്ച് ചെയ്യുന്ന, സ്പെക്ടേറ്റേഴ്സ് കാണുന്ന ഒരു പരിപാടിയായിരിക്കാം റിയാലിറ്റി ഷോ. ഇതിനകത്ത് ജെനുവിനായിട്ടുള്ള മ്യൂസിക് ഇഷ്ടമുള്ളവർ കാണാം, സീരിയലിൽ നിന്ന് തിരിഞ്ഞ് മ്യൂസിക് വന്ന് കാണുന്നവർ കാണാം.
അപ്പോൾ ഇത്ര ആൾക്കാർക്ക് വേണ്ട ഒരു സംഗതിയായിരിക്കാം റിയാലിറ്റി ഷോയിൽ നടക്കുന്നത്. അതിനകത്ത് നീഡ് നോട്ട് നെസസറിലി ബി ദ റൈറ്റ് പ്ലേസ് ഫോർ എ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കൊരു പാട്ടുകാരൻ 30 വർഷം അല്ലെങ്കിൽ ഒരുപാട് വർഷം നിലനിൽക്കണമെങ്കിൽ അയാളുടെ റെക്കോർഡഡ് വോയിസ് ആണ് ആവശ്യം. ആലേഖനം ചെയ്യപ്പെട്ട ശബ്ദമാണ് അതിനുള്ള ഏറ്റവും നല്ല സൂചിക. പക്ഷേ അതല്ല അവിടെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, കണ്ടുപിടിക്കാനും ശ്രമിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും റിയാലിറ്റി ഷോയിൽ നിന്ന് നമ്മൾക്ക് നല്ല റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയാനും സാധിക്കില്ല. ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ടാലൻസിന് ഒരു വേദിയിൽ വന്ന് പെർഫോം ചെയ്ത് പോപ്പുലർ ആവാനും കഴിവ് തെളിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ അവിടെ നടത്തുന്ന ടെസ്റ്റുകൾ കൃത്യമായിട്ട് റെക്കോർഡിംഗ് ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടുള്ളതല്ല. അതൊരു ടി വിക്ക് വേണ്ടി മാത്രമുള്ള പരിപാടിയാണ്. മലയാളത്തിൽ എനിക്ക് ഏറ്റവും നല്ല പാട്ടിൽ പാടി തന്നിരിക്കുന്നത് ദാസേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്നത് നമ്മുടെ യേശുദാസാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനടുത്ത് പാട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ എന്നെ മനസ്സുകൊണ്ട് എൻ്റെ ഗുരുവായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് വന്ന പാട്ടുകാരെല്ലാം പ്രതിഭയിൽ നോക്കുകയാണെങ്കിൽ, അഭൗമമായ ശബ്ദത്തിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും താഴത്തെ പടിയിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ആ ഒരു പരിഭവത്തിന് അവിടെ യാതൊരു റെലവൻസും ഇല്ല. യേശുദാസ് ഇസ് ദ നമ്പർ 1 സിംഗർ. അതിനകത്ത് അതുകൊണ്ടാണ് അദ്ദേഹം എത്രയോ കോമ്പിനേഷൻസിനകത്തൂടെ അദ്ദേഹം വരുന്നതും ട്രൈ ചെയ്യപ്പെടുന്നതും ഒക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാതെ നിസ്സാരമായിട്ട് നമ്മൾക്ക് എൻ്റെ പേര് അദ്ദേഹത്തിനോടൊപ്പം അറിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് പറയാനായിട്ടുള്ളൊരു ഒരു തിരിച്ചറിവില്ലാത്തൊരാൾക്കേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇല്ല, ആദ്യകാലത്ത് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്ത് ആ ഒരു എനിക്ക് ക്രിറ്റിസിസം എന്നെ വല്ലാണ്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഏറ്റവും സ്ട്രോങ് സ്റ്റേ എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. അപ്പോൾ ആ പാട്ടുകളൊക്കെ ഭംഗിയായിട്ട് പാടിയത് കൊണ്ടും ആ പാട്ടുകളൊക്കെ പ്രോബ്ലി അതിനേക്കാട്ടിലും ഭംഗിയായിട്ട് ഒരുപക്ഷെ വേറൊരാൾക്ക് ഞാൻ കൊടുത്ത ആ ഒരു ഫീൽ ഒരുപക്ഷെ കൊടുക്കാൻ പറ്റില്ല. വേറൊരു ഡിഫറെൻറ്റ് വേയിലേ അത് പാടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എത്രയും നാൾ നിന്നതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അങ്ങനെ പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. 30 വർഷത്തെ ഒരു പാട്ടെന്ന് പറയാനായിട്ട് എനിക്ക്. പക്ഷേ എൻ്റെ ആദ്യകാലത്തെ പാട്ടിലൊക്കെ എനിക്ക് ഭയങ്കരമായ സ്നേഹമുള്ള ഗാനങ്ങളാണ്. മറ്റ് പിൽക്കാലത്ത് പാടിയ പാട്ടിലേക്കാട്ടിലും ഇപ്പോൾ 10 പാട്ട് സെലക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യകാലത്ത് പാടിയ 10 പാട്ടിലേ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം തുടക്കം എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും നമ്മളുടെ ഏറ്റവും മധുരമുള്ളതും സ്ട്രഗ്ലിങ് പീരീഡാണത്. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓർമ്മകളെല്ലാം എനിക്കിപ്പോൾ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു പുസ്തകം എഴുതി അത് പബ്ലിഷ് ചെയ്തു, ഓർമ്മച്ചെരാതുകൾ എന്നാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് മലയാള സിനിമാ സംഗീത ചരിത്രത്തിൻ്റെ തന്നെ ഒപ്പം നടക്കുന്ന ഒരു, കാരണം ഗ്രേറ്റ് മാസ്റ്റേഴ്സ് പലരും ഒന്നുമില്ല, അവരുടെയൊക്കെ കൂടെ പ്രവർത്തിച്ചിരുന്നതും അവരുടെ സവിശേഷമായ വ്യക്തിത്വങ്ങളും സ്വഭാവ വൈചിത്ര്യങ്ങളും എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കൂടി ചേർത്തിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അത് വായിക്കാം. ഇപ്പോൾ പാട്ടുമായിട്ട് ബന്ധമുള്ള പാടാത്ത അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ കമ്പോസ് ചെയ്യുന്ന സമയത്ത് രാധാകൃഷ്ണൻ ചേട്ടൻ എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ്, MG രാധാകൃഷ്ണൻ. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു ദിവസം ഇതിൻ്റെ ആദ്യം മുതലേ ഉള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് പറഞ്ഞു, വേണു എനിക്ക് കുറച്ച് പാട്ട് എനിക്കൊരു കാസറ്റിനകത്താക്കണം. യേശുദാസിന് ആ പാട്ട് കേട്ട് പഠിച്ച് സ്റ്റുഡിയോയിൽ വന്ന് പാടാനാണ്. ഒന്ന് റെയറായിട്ടുള്ള ആഹിരി എന്ന് പറഞ്ഞ രാഗത്തുള്ളൊരു പാട്ട്, പഴന്തമിഴ് പാട്ടിഴയും. പിന്നെ ഒന്നൊരു രാഗമാലികയാണ്, ഒരു മുറൈ വന്ന് പാർത്തായ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഹാർമോണിയം വേറൊരാൾ തബലയും വായിച്ചിട്ട് ഈ പാട്ട് കാസറ്റിനകത്താക്കി കൊടുത്തു. അന്ന് CD ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയൻ എന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു, എടാ യേശുദാസ് സ്റ്റുഡിയോയിൽ വന്നു. സാധാരണ ഞാൻ പാട്ടൊക്കെ നേരത്തെ അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്താൽ അദ്ദേഹം സ്റ്റുഡിയോയിൽ വന്നിട്ട് വീണ്ടും ഒന്നും കൂടെ പഠിപ്പിക്കുകയാണ് പതിവ്. ഇത്തവണ കേട്ട് കൃത്യമായി പഠിച്ച് റെഡിയായിട്ട് വന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് പാടിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരാണെങ്കിലും ശുദ്ധമായിട്ട് പാടിയിട്ടുണ്ട്, ഞാൻ ഭംഗിയായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു വളരെ സന്തോഷം ഉണ്ടാക്കുന്ന, എന്നും ഓർമ്മകളായിട്ട് നിലനിൽക്കുന്നുള്ളതാണ്.